ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന മോളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോടാ, നിങ്ങൾക്കങ്ങ് വളർത്തിയാൽ പോരെ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയല്ലടാ, ഈ കാര്യം എത്രയായാലും തെളിയിക്കണം. അനഘയെ ആരാ ചതിച്ചതെന്നും എന്നിട്ട് അതിൻ്റെ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്തിനാണെന്നും എനിക്കറിയുക തന്നെ വേണം. അന്നേരം നയനയും പറയുന്നുണ്ട്, അത് ശരിയാ കിരണേട്ടാ, അത് അറിയുക തന്നെ വേണം. പിന്നെ കാണിക്കുന്നത് ആദർശം നയനയും തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാം നയനയോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആദർശിന് നല്ല ആശ്വാസമാകുന്നുണ്ട്. ഏതായാലും ചന്തുമോൾ അവിടുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നയന ചന്തുമോളെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നയനയെ കണ്ടപ്പോൾ സന്തോഷത്തോടെ നയനാമേ എന്ന് വിളിക്കുന്നുണ്ട് മോള്. പക്ഷേ ആദർശിനെ കണ്ടപ്പോൾ പേടിയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് മോള്. അത് കണ്ട് നയന മോളോട് പറയുന്നുണ്ട്, കാണുമ്പോഴുള്ള ഗൗരവം മാത്രമേ ഉള്ളൂ, അങ്കിൾ വളരെ പാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നയന ആദർശിനോട് പറയുന്നുണ്ട്, മോളെ ഒന്ന് എടുക്കുക ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, 5 വയസ്സായില്ലേ, ഇനി കുറച്ച് കഴിഞ്ഞ് കെട്ടിക്കേണ്ട പ്രായവും ആവും എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. മോള് എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോള് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഓ നയനാമ്മയെ കിട്ടിയാൽ പിന്നെ നിനക്ക് നയനാമ്മ മതിയല്ലോ. ശരി, അങ്കിൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ മോൾക്ക് നല്ല ടോയ്സൊക്കെ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നയന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവനായിരിക്കുമോ പ്രതി. എന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോളുടെ അമ്മ വീട്ടിലുള്ളപ്പോൾ അബി എന്നോ ആദർശ് എന്നോ പറയാറുണ്ടോ? അപ്പോൾ മോള് പറയുന്നുണ്ട്, ഇല്ല എന്ന്. വേറെ ആരുടെയെങ്കിലും പേര് പറയാറുണ്ടോ മോളുടെ അമ്മ? ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടോ, എന്ത് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്നേ പറയുള്ളൂ അല്ലേ എന്നും പറഞ്ഞ് മോളെ ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ അബി. എന്നിട്ട് എന്തോ മനസ്സിൽ പ്ലാനൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ആദർശ് നയനയും മുത്തശ്ശനെ കാണുന്നുണ്ട്. എന്നിട്ട് ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഞാനെല്ലാം നയനയോട് തുറന്നു പറഞ്ഞു. പിന്നെ നയന പറയുന്നുണ്ട്, മുത്തശ്ശനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായി ആരെങ്കിലും പറഞ്ഞാൽ മുത്തശ്ശി വിശ്വസിക്കുമോ? അതുപോലെ തന്നെയാണ് ഞാനും. മുത്തശ്ശനും ആദർശേട്ടനും ആ നിമിഷം തന്നെ എന്നോട് പറയാത്തതുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു വാർത്ത കേട്ടാൽ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് മോളോട് പറയാതിരുന്നത്. പക്ഷേ മോളിത് പക്വതയോടെ കൈകാര്യം ചെയ്തു. അതൊക്കെ തന്നെയാണ് മോളെ ഈ വീട്ടിൻ്റെ താക്കോൽ ഞാൻ മോളെ ഏൽപ്പിക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശെ നിനക്ക് കിട്ടിയ പുണ്യമാണ് നിൻ്റെ നയന എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പാണ്. ട്രെയിനിങ് ക്യാമ്പ് അവിടെ മധുസൂദനൻ നല്ല പണി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നന്ദുവിനെ ഇട്ടിട്ട് പുഷപ്പും അങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ നയനയും അനിയെ കാണുന്നുണ്ട്. അനിയെ നല്ല ചീത്തയൊക്കെ പറഞ്ഞതാണല്ലോ ആദർശ്. അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ ആദർശ് അനിക്കൊരു വാച്ചൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് സമ്മാനമല്ല വേണ്ടത്, എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാമികയെ ഒഴിവാക്കി തരികയാണ് വേണ്ടത്. എന്നിട്ട് അനാമികയും അവളുടെ ആൺസുഹൃത്തും തമ്മിൽ അടുത്തിടപഴകുന്ന ദൃശ്യമൊക്കെ നയനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നയന വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് നയന അനിയോട് പറയുന്നുണ്ട്, എന്തു തന്നെ ആയാലും ശരി, ഞങ്ങളുടെ വീട്ടിൽ 3ാമതൊരാൾ കൂടി ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല, നിൻ്റെ അമ്മയ്ക്ക് പോലും അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നീ നന്ദുവിനെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മധുസൂദനൻ നന്ദുവിൻ്റെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ വേണുവിനിങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും നന്ദു ഇങ്ങനെ കഷ്ടപ്പെടുന്ന വീഡിയോ കണ്ട് ആഹ്ലാദിക്കുകയാണ് വേണുവും. കൂടെ രേവതിയും അനാമികയും ഉണ്ട്. അനാമികക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മധുസൂദനൻ അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് കണ്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവൾ തിരിച്ചടിക്കേണ്ടതാണല്ലോ. അന്നേരം വേണു പറയുന്നുണ്ട്, മേലുദ്യോഗസ്ഥനെയൊക്കെ തിരിച്ചടിച്ചാൽ വലിയ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം, പിന്നെ അവളുടെ SI ആകാനുള്ള മോഹമെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഓ അവളൊന്നും തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഈ വീഡിയോ എനിക്ക് അയച്ചു കൊടുക്കട്ടെ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ അതൊന്നും ചെയ്യല്ലേ, ഇതെങ്ങാനും ലീക്ക് ആയാൽ അത് പിന്നെ മധുസൂദനൻ സാറിന് പ്രശ്നമാകും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് അവർ. പിന്നെ കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ റൂമിൽ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ്റെ ടെൻഷൻ മാറിയില്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അനിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, അവൻ എനിക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തന്നു, അനാമിക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ? അന്നേരം ആദർശം പറയുന്നുണ്ട്, അതെ, പക്ഷേ അവളോടൊന്നും ചോദിക്കാൻ പറ്റില്ല, അതിന് കാരണം അനി തന്നെയാണ്. അനാമികയെ അവനൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല, ഏതു നേരവും നന്ദുവിനെ പറ്റിയുള്ള ചിന്തയാണ് അവനുള്ളത്. അന്നേരം നയന പറയുന്നുണ്ട്, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നുമില്ല, അനാമിക അവനെ കുറച്ച് സ്നേഹിച്ചിരുന്നുവെങ്കിൽ
തീർച്ചയായും നന്ദുവിനെ മറന്ന് അവൻ അവളെ സ്നേഹിച്ചേനെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ അറിഞ്ഞാൽ ഇതൊന്നും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരെ ഒന്നാക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.